ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഇരിക്കുന്നു. അമേരിക്കയിലെ ഫിലാഡൽഫിയ എന്ന പട്ടണം അനേകം വർഷങ്ങൾക്ക് മുൻപ്, വൈദ്യുതി വരുന്നതിന് മുമ്പ് അറിയപ്പെട്ടിരുന്നത് സിറ്റി ഓഫ് ഡാർക്ക്നെസ് എന്നാണ്. ഇരുട്ടിൻ്റെ പട്ടണം. കൊള്ളക്കാരും ദുഷ്കർമ്മികളും അത് സൗകര്യപ്രദമായ ഒരു വാസസ്ഥലമായി കരുതി. ഇതിൽ മനം നൊന്ത ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന ഒരു മനുഷ്യൻ ആ പട്ടണത്തിൽ താമസിച്ചിരുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന മനോഹരമായ ഒരു വിളക്ക് സ്ഥാപിച്ചു. ആ റാന്തൽ വിളക്കിൽ എണ്ണയൊഴിച്ച് കത്തിച്ച് അതിൻ്റെ ഗ്ലാസ് ഭംഗിയായി തുടച്ച് ദിവസവും 6 മണിക്ക് മുമ്പ് അദ്ദേഹം തയ്യാറാക്കും. ഫ്രാങ്ക്ലിന് ഒരു വിളക്ക് വയ്ക്കാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് 10 വിളക്ക് കത്തിച്ചുകൂടാ എന്ന് ഒരു പണക്കാരൻ ചിന്തിച്ചു. ആ പട്ടണത്തിൽ പല തെരുവുകളിലും മത്സരബുദ്ധിയോടുകൂടെ ആളുകൾ അവരവരുടെ വീടിൻ്റെ മുമ്പിൽ മനോഹരമായ വിളക്കുകൾ സ്ഥാപിക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് അവിടെയെല്ലാം ദീപാലങ്കാരം പോലെയായി. ആ പട്ടണത്തിന് പ്രകാശത്തിൻ്റെ പട്ടണം, സിറ്റി ഓഫ് ലൈറ്റ് എന്ന പേരുണ്ടാവാൻ പിന്നെ വൈകിയില്ല. ഫ്രാങ്ക്ലിൻ എന്ന ഒരു വ്യക്തിയുടെ ബുദ്ധിയിൽ ഉദിച്ച ആശയം പെട്ടെന്ന് ഫലവത്തായി. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും വലിയ ആവശ്യം വെളിച്ചമാകുന്ന ദൈവത്തിൻ്റെ പ്രകാശമാണ്. ഇരുട്ടിനെ പഴിക്കുവാൻ എളുപ്പമാണ്. നമുക്ക് ഇരുട്ടിനെ ദിവസവും പഴിക്കാറുണ്ട്. അതിലെത്രയോ ഭേദമാണ് അല്പം വെളിച്ചം കാണിച്ചു കൊടുക്കുന്നത്. ഇരുട്ടിൽ നിന്നുകൊണ്ട് ഒരു മെഴുകുതിരി കത്തിച്ചാൽ എന്ത് പ്രകാശമുണ്ടാകും? മനുഷ്യജീവിതം വിളക്ക് പോലെ കത്തിജ്വലിച്ച് ഈ ലോകത്തിന് വെളിച്ചം പകരാനുള്ളതാണ്. കൂരിരുട്ടിൻ്റെ ലോകത്തിൽ ജീവിച്ച അന്ധയായ ഹെലൻ കെല്ലർ എന്ന വനിത പറയുന്നു, ശക്തനായ ദൈവത്തിൻ്റെ വെളിച്ചമാണ് ജീവിതം മുഴുവൻ അവരെ നയിച്ചതെന്ന്. ദൈവത്തിൻ്റെ തേജസ് നമ്മിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് പ്രകാശം പുറപ്പെടുവിക്കുവാൻ കഴിയൂ. ചന്ദ്രൻ സ്വയം പ്രകാശിക്കാൻ കഴിയാത്ത ഗോളമാണ്, പക്ഷേ അതിൽ നിന്ന് സൂര്യപ്രകാശം പ്രതിഫലിക്കും. അതുപോലെ ദൈവത്തിൻ്റെ പ്രകാശം നമ്മിൽ വരുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ പ്രകാശവും കാണും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങളിപ്പോൾ ശ്രവിച്ചതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളൊരു വിളക്കായി ശോഭിക്കുവാൻ, ഒരു മെഴുകുതിരിയായി ഉരുകിയില്ലാതായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അന്ധകാരം ഭൂമിയെ മൂടിയിരിക്കുന്നതായ ഈ കാലയളവിൽ കർത്താവെ, വെളിച്ചത്തിൻ്റെ വക്താക്കളായി, പ്രകാശത്തിൻ്റെ വക്താക്കളായി ഈ ഭൂമിയിൽ ശോഭിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.